സൽമാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങളിതാ മൂന്നാറിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. സൽമാൻ അറിയില്ല സൽമാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് മൂന്നാറിലേക്ക് പോണതെന്ന്. അവൻ്റെ ബർത്ത്ഡേ എന്നാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അവനക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഈ ട്രിപ്പ് കുറേ മുമ്പ് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഈ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ നീട്ടി വെച്ചതാണ്. അങ്ങനെ വലിയവരും ചെറിയവരും എല്ലാവരും സൽമാൻ്റെ ചങ്കാളാണ്. ഞങ്ങൾ നാട്ടുകാർ കുറ്റിക്കോട്ടുകാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൽമാൻ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ബസ് വരുന്നുണ്ടോ. ആദ്യം കയറി സീറ്റ് പിടിക്കാനൊക്കെ ഓരോ വണ്ടികൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ സൽമാൻ ഒന്ന് എണീറ്റ് വെക്കും, അത് നമ്മുടെ ബസ്സാണോ. അത്രയും ത്രില്ലിലാണ് സൽമാൻ. അങ്ങനെ ബസ് വന്നത് കണ്ടപ്പോൾ സൽമാൻ ആഹ്ലാദ പ്രകടനം, ബാഗ് എടുക്കാൻ വേണ്ടി ഓടുകയാണ് ഷെഡിലേക്ക്. ഫസ്റ്റ് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ബാഗ് എടുക്കാൻ വേണ്ടി ഓടുകയാണ്. നമ്മളിവിടെ സെൽഫി എടുക്കുന്ന ഗ്യാപ്പിൽ സൽമാൻ അവിടെ മ്യൂസിക് ഓണാക്കി ഡാൻസ് കളി തുടങ്ങി, വൈബാക്കാൻ തുടങ്ങി. അങ്ങനെ ഡാൻസ് പ്രോഗ്രാമിന് ശേഷം അടുത്തത് വേദിയിൽ ഇറങ്ങാൻ പോകുന്നത് മിമിക്രിയാണ്. സൽമാൻ്റെ മിമിക്രി. ആദ്യമായിട്ട് കോഴി. മിമിക്രി അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങളെ ഡ്രൈവർക്ക് എന്തോ ഒരു ഉറക്കക്ഷീണം പോലെ തോന്നി. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഡ്രൈവർക്കും ഒരു ചായ കുടിക്കുക, ബാക്കിയുള്ള എല്ലാവർക്കും ലേറ്റായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് കാറ്റ് കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അയ്യവ, ഇത് കണ്ടോ നിങ്ങൾ? സൽമാൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സാണ് ഞങ്ങളെ ബസ്സിൽ ഒട്ടിച്ചിട്ടുള്ളത്. സൽമാനാണ് ഞങ്ങളെ മെയിൻ. സൽമാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ പോസ് ചെയ്യുക. ചായ ഉണ്ട് കയ്യിൽ. അങ്ങനെ ഞങ്ങളൊരു 7-7:30 ആയപ്പോൾ അടിമാലിയിലെത്തി. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രഷപ്പിനുള്ള റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സൽമാൻ്റെ അടുത്ത കലാപരിപാടി, സൽമാൻ്റെ ചങ്ക് ഇടപ്പുള്ള ഡാൻസ്. സൽമാൻ നല്ല ത്രില്ലിലാണ്, നല്ല പൊലിവിലാണ് ആൾ. ഇപ്പോഴും ആൾക്കറിയില്ല ആളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും കൂടിയാണ്, അല്ല ഇങ്ങനെ ഒരു സർപ്രൈസ് വരാനുണ്ടെന്ന് ഇപ്പോഴും സൽമാൻ അറിയില്ല. നല്ല ത്രില്ലിലാണ് ആൾ. അങ്ങനെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ പോക്കിലാണ് നമ്മൾ സൽമാനുള്ള സർപ്രൈസ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ചില ആൾക്കാരൊക്കെ സൽമാൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സൽമാൻ ചങ്കുകളെ കയ്യും പിടിച്ചിട്ട് ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൽമാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ത്രില്ലിലാണ്. അങ്ങനെ സൽമാൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾക്കൊരു യാത്ര പോവാണ്, ഒരാപത്തും കൂടാതെ തിരിച്ചെത്തിക്കണേ എന്നാവും സൽമാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം അടുത്ത കലാപരിപാടികളിലേക്ക് കടന്നു സൽമാൻ. ഇനി സൽമാൻ പാടുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇനി മനസ്സിലായവർ കമൻറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സൽമാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇനി. അപ്പോൾ നമ്മളതിന് മുമ്പ് പ്ലാൻ ചെയ്ത പോലെ സൽമാനെ നൈസായിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള പ്ലാനിലാണ്. സൽമാനെ തോളത്ത് കയറ്റിട്ട് ആ ബസ്സിന്റെ ബാക്ക് കൊണ്ടുപോയിക്കും. നിങ്ങളവിടെ നിന്നോളി, നിങ്ങളവിടെ നിന്നോ.
സൽമാൻ്റെ ഇപ്പോൾ ഈ നടന്നു പോണതാണ് ഉണ്ടപ്പായി. സൽമാൻ്റെ ഉണ്ടപ്പായി, സൽമാൻ്റെ ചങ്ക്. അപ്പോൾ ഉണ്ടപ്പായി എവിടേക്ക് വിളിച്ചു കഴിഞ്ഞാലും സൽമാൻ പോകും. അങ്ങനെ ഉണ്ടപ്പായിനെ കൊണ്ട് നമ്മളെല്ലാം നമ്മൾ സൽമാനെ ആ ബസ്സിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സൽമാൻ്റെ കണ്ണ് കൊത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. കണ്ണ് തുറക്കുമ്പോൾ ബർത്ത്ഡേ കേക്ക്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ണൂത്ത് 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 കൈകൊണ്ടാക്കണ്ടേ? ഇപ്പഴല്ല കണ്ണു തുറക്കുക. സർപ്രൈസ് കൊടുത്തത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഗൈസ്. പൊട്ടലും ചീറ്റലൊന്നും കറക്റ്റ് സമയത്ത് ഉണ്ടായില്ല. ഇന്നെ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഏതായാലും പറഞ്ഞ പോലെ ഒന്നും ആയിട്ടില്ല. ഇനി ഉള്ള പോലെ ആക്കുക. ബർത്ത്ഡേ കേക്ക് കണ്ട് ആരും കളിയാക്കരുതേ. നമ്മളൊരു 5 കിലോൻ്റെ വലിയൊരു കേക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങി മൂന്നാറിലെത്തുമ്പോഴേക്കും സാധനം കേടായി പോകും. അത് കാരണം മൂന്നാറിൽ എത്തിയിട്ട് വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പോലെ സാധനം കിട്ടിയില്ല. 1 കിലോൻ്റെ ഒരു കേക്കും 2 കിലോൻ്റെ ഒരു കേക്കും, അങ്ങനെ 3 കിലോ കേക്ക് വെച്ചിട്ട് ഞങ്ങൾ ആ പരിപാടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എടാ റിമ്മേ അങ്ങനെ അതാക്കണ്ട. ഓരോന്നോരോന്ന് കിട്ടേ. എടാ എല്ലാരും വെറും ഒരു കേക്ക് കട്ടിങ് കൊണ്ട് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിക്കണില്ല. അടുത്തത് നല്ല അസല് അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. സൽമാൻ ഇതാ ആരും ശല്യപ്പെടുത്താതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിൽ കണ്ടിട്ട് ആരും ഇവർക്ക് ഭ്രാന്താണോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോസുമായിട്ട് അടുത്ത വ്ളോഗിൽ വരുന്നതാണ്.